ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. റയൽ മാഡ്രിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത്. അതായത് ഇബ്രാഹിമെ കൊനാട്ടെ, അതുപോലെ തന്നെ ഡെൻസൽ ഡംഫ്രിസ് എന്നിവരെ റയൽ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ താരങ്ങളെ സ്വന്തമാക്കാനുള്ള ഒരുക്കത്തിലാണ് റയൽ ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് റൂമറുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് ബ്രാഹിം ഡയസുമായി ബന്ധപ്പെട്ടതാണ്. വമ്പന്മാരായ യുവൻറ്റസിന് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട്. ലൂസിയാനോ സ്പല്ലേറ്റി ഇപ്പോൾ യുവൻറ്റസിനോട് ഈ താരത്തെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റയൽ ബ്രാഹിമിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഹൊസെ മൊറീഞ്ഞോ വന്നതിന് ശേഷം അദ്ദേഹത്തോട് ചോദിച്ചുകൊണ്ടാണ് ഒരു തീരുമാനം എടുക്കുക. അതായത് ബ്രാഹിമിനെ നിലനിർത്തണോ അല്ലെങ്കിൽ വിട്ടുകളയണോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാനുള്ള ഒരു അവകാശം അത് ഹൊസെ മൊറീഞ്ഞോക്കാണ് ലഭിക്കുക എന്നുള്ളതാണ് ഡിമാർസിയോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ലാലിഗയിൽ 30 മത്സരങ്ങൾ കളിച്ച ബ്രാഹിം ഡയസ് 1 ഗോളും 8 അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. നേരത്തെ AC മിലാന് വേണ്ടി ഇദ്ദേഹം കളിച്ചിരുന്നു. അവിടെ മികച്ച പ്രകടനം അദ്ദേഹം നടത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് യുവൻറ്റസ് ഇപ്പോൾ ഇദ്ദേഹത്തിൽ ഒരു താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം ഡാനി സബയോസുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹം റയൽ വിടുകയാണ് എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ്. ഇപ്പോഴിതാ ഡച്ച് ക്ലബ്ബായ അയാക്സ് അദ്ദേഹത്തെ സ്വന്തമാക്കുകയാണ്. അയാക്സും അതുപോലെ തന്നെ റയലും തമ്മിലുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. 6 മില്യൺ യൂറോക്കായിരിക്കും റയൽ മാഡ്രിഡ് ഇദ്ദേഹത്തെ കൈവിടുക എന്നാണ് മാറ്റിയോ മൊറേറ്റോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഡാനി സബയോസ് ഇപ്പോൾ ഡച്ച് ലീഗിലേക്ക് പോവുകയാണ്. ഇനി ഡാനി കാർവഹലുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് കൂടി ഇവിടെ ലഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഡാനി കാർവഹൽ റയൽ വിട്ട് കഴിഞ്ഞു. അദ്ദേഹം ഫ്രീ ഏജന്റ് ആണ്. അദ്ദേഹത്തെ ഇന്റർ മിലാൻ സ്വന്തമാക്കുകയാണ് എന്ന ഒരു റൂമറാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഒരു പോസിബിൾ ഡെസ്റ്റിനേഷൻ അത് ഇന്റർ മിലാനാണ്. യൂറോപ്പിൽ തന്നെ തുടരാനാണ് ഡാനി കാർവഹൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇന്ററിന് ഈ താരത്തിൽ താല്പര്യമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത്രയും അപ്ഡേറ്റുകളാണ് റയലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.